ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട യൂണിക്കോൺ B6 മോഡൽ വണ്ടിയാണ്. ജനറൽ സർവീസായിട്ട് നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. നിലവിലിപ്പോൾ നമ്മൾ വർക്കിന് കയറ്റിയേക്കുന്നത് 22,866 കിലോമീറ്റർ കേട്ടോ. ജനറൽ സർവീസും അതേപോലെ ക്ലച്ച് കേബിൾ ചെക്ക് ചെയ്യണം, ബ്രേക്ക് ചെക്ക് ചെയ്യണം, പിന്നെ ആക്സിലേറ്റർ കേബിൾ മാറ്റാനുണ്ട്. പിന്നെ മൊത്തത്തിലൊന്ന് ചെക്ക് ചെയ്യുന്ന പറഞ്ഞേക്കണേ. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കി വർക്കിന് കയറ്റി അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തൊട്ട് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈൻഡറൊക്കെ കമ്പനി ലൈൻഡർ കിടക്കണേ, അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. അപ്പോൾ ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്താൽ മതി. ലൈൻഡർ ഒരഞ്ഞിട്ടുള്ള പൊടിയൊക്കെ ഹബിനകത്തുണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടാം. ബാക്ക് വീൽ ബെയറിങ്ങിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്താൽ കംപ്ലൈൻറ്റ് ഒന്നുമില്ല. ടയറായാലും പുതിയ ടയറാണ്, അത്യാവശ്യം ഉപയോഗിക്കാനൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ ചെയിൻ ലൂസ് ഉണ്ട്, അത് നമുക്ക് ടൈറ്റ് ചെയ്തിടാം. പിന്നെ അതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ നമ്മളൊന്ന് അഴിച്ച് ചെക്ക് ചെയ്യാനുണ്ട് കേട്ടോ. കമ്പനി ഫിൽറ്റർ തന്നെ കിടക്കണേ, പുതിയ ഫിൽറ്ററാണ്. ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാനുള്ളൂ. ബാറ്ററി വണ്ടി വന്നപ്പോഴുള്ള ബാറ്ററിയാണ്, എക്സിഡൻ്റെ ബാറ്ററി വണ്ടി ഇരിക്കണേ. ഞാനതിൻ്റെ വോൾട്ടൊക്കെ നോക്കി, 13 വോൾട്ട് കാണിക്കുന്നുണ്ട്. ലോഡിലേക്ക് കൊടുക്കുമ്പോൾ 8.80 വരും. അപ്പോൾ 8.5 വോൾട്ടിൽ താഴേക്ക് വന്ന കംപ്ലയിൻറ്റ് കാണിക്കും. ഏകദേശം അതിൻ്റെ ആ ഒരു ബോർഡർ ലൈനിലേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് ബാറ്ററിയുടെ കേസിട്ടം. പിന്നെ നമുക്ക് പറഞ്ഞേക്കുന്നത് അതിൻ്റെ എഞ്ചിൻ ഓയിൽ ചെക്കപ്പാണ് പറഞ്ഞത്. എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തായിരുന്നു, നല്ല ഓയിലാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ ആക്സിലേറ്റർ കേബിൾ മാറുന്ന കേസ് പറഞ്ഞിട്ടുണ്ട്. ആക്സിലേറ്റർ കേബിൾ മാറുന്നതിൻ്റെ കേബിൾ എന്ന് പറയുമ്പോൾ 2 കേബിളുകൾ തന്നെ. ആക്സിലേറ്റർ ദീസോടുകൂടെ ഔട്ടർ ടൈറ്റായിട്ടേ തുരുമ്പ് കാര്യങ്ങൾ വന്നിട്ട് ടൈറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് മാറ്റുമ്പോൾ 2 മാറ്റിയിടണം. പിന്നെ സ്പാർക്ക് പ്ലഗ് അഴിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ടിലത്തെ ബ്രേക്ക് പാഡ് ചെക്ക് ചെയ്യാനും ബ്രാക്കറ്റൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. അപ്പോൾ നിലവിലൊന്ന് ഗ്രീസ് ചെയ്തിടാം. ബ്രേക്ക് പാഡൊക്കെ അത്യാവശ്യം ഉണ്ട്, നല്ല പാഡാണ്. ഫ്രണ്ട് വീലിൻ്റെ ആയാലും ബെയറിങ്ങൊക്കെ ചെക്ക് ചെയ്ത് വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. പിന്നെ ടയറിൻ്റെ കണ്ടീഷനൊക്കെ നോക്കി ഓക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ബാക്കിയത്തെ ഇൻഡിക്കേറ്റർ ഹോൺ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ്, അപ്പോൾ ജനറൽ സർവീസും ആക്സിലേറ്ററുകളും കൂടി മാറ്റാനുണ്ട്. അപ്പോൾ അതിൻ്റെ അതും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം. ഏകദേശം ഒരു 1.5 കഴിയും കേട്ടോ വണ്ടി കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കും. അത് കണക്കാക്കിയിട്ട് വന്നാൽ മതി. എന്തായാലും ഇവിടെ ബില്ലായി കഴിയുമ്പോൾ കോൺടാക്ട് ചെയ്യും, അപ്പോൾ വിളിച്ചിട്ട് വന്നാലും മതി. ഓക്കെ.